ഹലോ, ഇക്ബാലാണ്. അപ്പോൾ ഡൽഹിയിൽ തന്നെ ഉള്ളത് കേട്ടോ. ഡൽഹിയിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡൽഹിൻ്റെ മറ്റ് കാഴ്ചകളെ കാണാം. ഇനി റെഡ് ഫോർട്ട് ഉണ്ട്. റെഡ് ഫോർട്ട് ഇന്ന് ക്ലോസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജസ്റ്റ് അതിൻ്റെ മുന്നിലൂടെയൊക്കെ ഒന്ന് വാക്ക് ചെയ്തിട്ടുള്ള കാഴ്ചകളെ കാണാം. പിന്നെ സഫീറും അഫ്സിനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ജുമാ മസ്ജിദ് മടങ്ങുകയാണ്. ഈ ഇതിൻ്റെ പരിസരത്തുള്ള ഫുഡ് സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ആ കാഴ്ചകളും റെഡ് ഫോർട്ടിൻ്റെ കാഴ്ച അതുപോലെ ഇനി മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോ നല്ല ലെങ്തി ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്കാണ് ഇടുക. അപ്പോൾ പിന്നെ സഫീറിനോടും അതുപോലെ അഫ്സിനോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ. വെൽക്കം ടു ഹെൽത്ത് സഫാരി. അപ്പോൾ കാഴ്ചകൾ കാണാം. ജുമാ മസ്ജിദിനോട് വീട പറയാണ്. ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. ഒരു ചെരുപ്പിന് 10 റുപ്യാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ച കാണാം കേട്ടോ. നോക്കിയാൽ നമുക്ക് ജുമാ മസ്ജിദിൻ്റെ പരിസരം മൊത്തം കാണാം. ആ ലാസ്റ്റ് നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ കാഴ്ച കാണാം കേട്ടോ. റെഡ് ഫോർട്ട് ഒന്ന് ക്ലോസ് ആണ്. ഇന്ന് മൺഡേ ആണല്ലോ. മൺഡേ ക്ലോസ് ആണ്. എന്തായാലും താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തുള്ള കച്ചവടക്കാരാട്ടോ. ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പ്, ബാഗ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഫോണൊക്കെ നോക്കിയില്ലെങ്കിൽ ഏത് നിമിഷം തൊട്ടും. കാരണം ചെറിയ കുട്ടികളാണ് മോഷണത്തിനൊക്കെ ഉള്ളത്. തട്ടുക ഓടുക അതാണ് ഒരു രീതി. തിരക്കാട്ടാണ് സ്ട്രീറ്റിൽ. ഫിക്സ് പ്രൈസാണ്. ബാർഗൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബിസി സ്ട്രീറ്റാണ്. ഫുള്ള് ഓണടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. അതിന് റെഡ് ഫോർട്ടിൻ്റെ അങ്ങോട്ട് നടന്നോ കേട്ടോ. ഓണടി കിട്ടിയില്ല. ഇതിലൊന്നും അങ്ങനെ നടക്കാൻ കഴിയില്ല. വണ്ടികൾ പിന്നെ റിക്ഷക്കാരും സൈക്കിൾ റിക്ഷയും ഈ റിക്ഷയും എല്ലാം കൂടാണ്. ഇതാണ് റെഡ് ഫോർട്ട് ഇട്ടാ. റെഡ് ഫോർട്ട് ഇന്ന് ക്ലോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തേക്ക് ജസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഭയങ്കര ക്രൗഡാണ്. അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ പോകട്ടെ ഡൽഹിയിലുള്ള. ഏതാന്ന് അറിഞ്ഞിട്ടില്ല. എന്തായാലും അവർ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ബസ് രാജ്ഘട്ട് എത്തിയിട്ടാ. അപ്പം ഇനി അത് കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ. രാജ്ഘട്ടിൽ 1/2 മണിക്കൂർ ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊരു ഓർഡറിങ്ങിനുള്ള ഷെഡ്യൂളായിട്ടുള്ള ഒരു എന്താ പറയുക കാഴ്ച കാണില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ കഴിയും. നമ്മൾ രാജ്ഘട്ടിക്ക് പ്രവേശിച്ചിട്ടാ. രാജ്ഘട്ട് പറഞ്ഞാൽ നമ്മളെ മഹാത്മാഗാന്ധി പിന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് കയറാൻ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്യും. പിന്നെ
അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് ബാക്കി എന്തൊക്കെ കാഴ്ച ഉണ്ട് നോക്കാം. പിന്നെ ക്യാമറയ്ക്കും കാര്യങ്ങളെ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട്, മൊബൈലിന് പ്രശ്നമില്ല. അഫ്സീനും സഫീറൊക്കെ അതാ എങ്ങനെയുണ്ട് നമ്മൾ യാത്രകളൊക്കെ? അപ്പോൾ ഇനി ബാക്കി കാഴ്ച ഉള്ളിലെത്തിയിട്ട് കാണാം. ഇതൊരു വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മനോഹരമായിട്ട് എന്താ പറയുക പുൽത്തകിടിയൊക്കെ വെച്ചിട്ട് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയോക്കട്ടെ. അപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ മഹാത്മാഗാന്ധിൻ്റെ പിന്നെ ശവകുടീരം കാണാൻ വേണ്ടി വന്നതാണ്. രാജ്ഘട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കണം കേട്ടോ. ഇതിനുള്ളിൽ സൗകര്യമുണ്ട്, ചെരുപ്പ് ഇടാതെയാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഇതാണ് ഗാന്ധിജി. അപ്പോൾ ഇതാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ട് കേട്ടോ. ഒരു പിന്നെ ദീപം ഇങ്ങനെ എപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് ആളുകൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല പുൽത്തകിടിയൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്. സെക്യൂരിറ്റി ഗാർഡല്ല, നമുക്കൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുക. നമുക്കിങ്ങനെ ഇതിലെടുക്കടാ. പിന്നെ ഇങ്ങനെ വരാം. ഇതിൻ്റെ സെൻട്രലാണ് രാജ്ഘട്ട് ഉള്ളത്, മഹാത്മാഗാന്ധിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം. നല്ല വ്യൂ ആണ് ഇവിടെ. ഡൽഹിൻ്റെ ഒരു വിശാലമായിട്ടുള്ളൊരു വ്യൂ കാണാം. അവിടെ ഇങ്ങനെ കുറേ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കാണാം. ഈ ഭാഗങ്ങളൊക്കെ തണൽ മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. വിശാലമായിട്ടുള്ള ഇതാണ്, പാർക്കാണ്. ഇത്രയും പിന്നെ വിശ്രമിക്കാം. നമുക്കെന്തായാലും അരമണിക്കൂറാണ് ഇവിടെ ടൈമുള്ളത്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള സമയമാണ്. ഡൽഹിൻ്റെ ആ ഒരു പുകമറ ഇവിടെ ഉണ്ട് കേട്ടോ. മലിനീകരണത്തിൻ്റെ തോത് എത്രത്തോളം ഡൽഹിയെ ബാധിച്ചു നമുക്കിവിടെ കാണാം. കാരണം ഇവിടെയൊക്കെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്. ഈ ഒരു ഉച്ച ടൈമിലും വെയിൽ ഉദിച്ചിട്ടും ഒരു കോട നിറഞ്ഞ പോലുള്ള കാഴ്ചയാണ്. നമ്മള് രാജ്ഘട്ടിൻ്റെ പുറത്തിറങ്ങി ഇതിൻ്റെ എക്സിറ്റ് ഉണ്ട്, അതിൽ കടന്നിട്ട് നേരെ ബസ് പോവാണ്. ഇനി അടുത്തത് പോകാനുള്ളത് കുത്തബ് മിനാറാട്ടോ. അപ്പോൾ കുത്തബ് മിനാറിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ തിരികാം. ഓക്കെ, ബസ്സിൽ കയറി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് പോകുന്നത് കുത്തബ് മിനാറിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ ഇനി കുത്തബ് മിനാറിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ തിരി കാണാം. ഓക്കെ, ബസ്സിനൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥ, എന്നാലും കുറേ നടന്നു പോകാനാ ഭയങ്കര വിങ്ങല്. അപ്പോൾ കാഴ്ച കാണാം. ഡൽഹിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആട്ടോ അവിടെ ഉള്ളത്. ആ ഭാഗം കഴിഞ്ഞു.
പട്യാല ഹൗസ് കോർട്ടാട്ടോ ഇതിൻ്റെ. പട്യാല കോടതി എന്നൊക്കെ ഒരുപാട് ന്യൂസ് ചെയ്തിട്ടുണ്ട്. 3 കോടതി ഉണ്ട് ഈ റൂട്ടിൽ. പട്യാല കോടതി, അതുപോലെ സുപ്രീം കോടതി, ഡൽഹി ഹൈക്കോടതി. ഫസ്റ്റ് കണ്ട് പട്യാല ഹൗസ് കോർട്ട്. ഇതാണ് പട്യാല ഹൗസ് കോടതി കേട്ടോ. നമ്മളെ പിന്നെ രാജ്ഘട്ടിന് നേരെ ബസ് കയറി വന്നത് ഇന്ത്യ ഗേറ്റിന്റെ അങ്ങോട്ടാ. ഇന്ത്യ ഗേറ്റ് നമുക്ക് അറിയാലോ, ഒരു വാർ മെമ്മോറിയൽ ആണ്. അപ്പൊ നമുക്ക് ഗൈഡ് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നുണ്ട്. എന്താ ഇവിടെ അദ്ദേഹം കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറിയാണ്. നമ്മൾ വരുന്ന വഴിയിലാണ് സുപ്രീം കോടതി, അതുപോലെ പട്യാല ഹൗസ് കോടതി, പിന്നെ ഡൽഹി ഹൈക്കോർട്ട്, കേജ്രിവാളിന്റെ ഓഫീസ്, ഇതൊക്കെ കണ്ട് ഇതൊക്കെ നമുക്ക് പോണ ഒരു ഇതിലാണ്. അപ്പൊ അത് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബസ് നിങ്ങളുള്ള ചെറിയൊരു വ്യൂ ആണുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ത്യ ഗേറ്റിന് അങ്ങോട്ട് പ്രവേശിക്കാറുണ്ട്. റോഡ് ക്രോസ് ചെയ്യാണ്. നമ്മളെ ഗ്രൂപ്പുള്ള ആളുകളൊക്കെ അതൊക്കെ നമ്മളെ ബസ്സിലുള്ള ആളുകളാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ത്യ ഗേറ്റിന്റെ പ്രവേശനമൊക്കെ അവിടത്തേക്ക് നടക്കുകയാണ്. ഇന്ത്യ ഗേറ്റിന്റെ പരിസരത്തൂടെ ഇങ്ങനെ തേരാപ്പാറ നടക്കുകയാണ്. അപ്പൊ ഡൽഹിന്റെ തെരുവോല കാഴ്ചയാണ് ഇതൊക്കെ. വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാഴ്ചയാണ്. ഇഷ്ടംപോലെ വണ്ടി, വെള്ളം ഒഴുകുന്ന പോലെയാണ് വണ്ടികൾ ഒഴുകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ആക്കും. അടുത്ത ലഞ്ച് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ്. ചിലപ്പോ കുത്തബ് മിനാറും പാർലമെന്റ് ഒക്കെ കയറാം. അത് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു പോണ്ട് കാണാം. വെള്ളം വലിയൊരു വൃത്തിയൊന്നുമില്ല, ഒരു പച്ച കളറിൽ ഉള്ള ഒരു പോണ്ടാണ്. ഇതൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ. അവിടെ വണ്ടികളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. വെള്ളം ക്ലിയർ ഉണ്ടല്ലോ, നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. പക്ഷെ കുറെ അഴുക്കുണ്ട്. എന്തായാലും നമ്മള് കർത്തവ്യ പാത്ത്, ഈ ഒരു വഴിന്റെ പേരാ തോന്നുന്നു. ഇവിടെ നമുക്കൊരു 10 മിനിറ്റ് ഉള്ളു. ജസ്റ്റ് കയറുക, ഫോട്ടോ എടുക്കുക, പോരാ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇതൊരു വാർ മെമ്മോറിയൽ ആണല്ലോ ഇന്ത്യ ഗേറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആ കാണണ്ട ഇന്ത്യ ഗേറ്റ് വാർ മെമ്മോറിയൽ ആണ്. അപ്പൊ അതിന്മേലെ ഒരുപാട് എന്താ പറയാ വീരമൃത്യു വരിച്ച സൈനികരെ പേരൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കാണട്ടാ രാഷ്ട്രപതി ഭവനാണ്. അത് ഡൽഹിന്റെ മലിനീകരണം കൊണ്ട് പുകട്ട് മൂടിയതാണ്. ഞായല് പോലെ കാണുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, കാരണം അത്രക്കും മലിനീകരണമാണ് ഡൽഹിയിലുള്ളത്. പിന്നെ ഹായ് ഭായ്, നാം ക്യാ? കുമാർ. നാം പ്രിൻസ്. കൃഷ്ണ. അടിപൊളിയല്ലേ? അപ്പൊ എന്റെ സ്കൂൾക്ക് കുട്ടികളുണ്ട് കേട്ടോ. അവിടെ 2-3 കുട്ടികളുണ്ട്. അവരോട് ഇങ്ങനെ നമ്മള് പേരൊക്കെ ചോദിച്ചാ. വ്ളോഗ്, വീഡിയോ വ്ളോഗ്, യൂട്യൂബ് വ്ളോഗ്. അപ്പൊ എന്തായാലും പിന്നെ चैनल नाम हेल्थ सफारी बाय इकबाल. हेल्थ सफारी बाय इकबाल. ठीक है. അപ്പോ സഫീർ അഫ്സനൊക്കെ ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ട് അവിടെയൊക്കെ കാണാന്. പിന്നെ പാർക്കിംഗ് ഏരിയ അവിടെയാണ്. ഞങ്ങള് ഇന്ത്യ ഗേറ്റിന്റെ അടുത്തേക്ക് പോയവട്ടാ. കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ അണ്ടർപാസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നടന്നാല് നമുക്ക് അവിടെ പോകാം.
സ്കൂൾ കുട്ടികളുടെ ഇഷ്ടം പോലെ ഉണ്ട്. സാറന്മാരോടൊപ്പം ഫോട്ടോ എടുക്കുകയാണ്. വാഹനങ്ങൾ മൊത്തം ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. റോട്ടില് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകുകയാണ്. അണ്ടർപാസിന്റെ അടിയിലൂടെ പോയാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ എത്താം. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള അടുത്തൊരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ജുമാ മസ്ജിദിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. മഹാത്മാഗാന്ധിന്റെ സമാധിയൊക്കെ ഉള്ള രാജ്ഘട്ട് കണ്ട്, ഇന്ത്യ ഗേറ്റ് കണ്ട്, നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ലെങ്ത് കൂടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ അണ്ടർപാസിന്റെ അടിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് കണ്ടെത്താം. ഡൽഹിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ അണ്ടർപാസിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റോഡിന്റെ ആ പൊളിയൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് എത്തിട്ടാ. ഇതാണ് ഇന്ത്യ ഗേറ്റ്. കുറച്ചുകൂടി ഒക്കെ അടുത്ത് പോവാ. നമ്മൾ ഇവിടെ കണ്ട ഒരു പാർക്കിൽ കയറിയതാണ്. ജസ്റ്റ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. സ്കൂൾ കുട്ടികളാണ് കൂടുതലും ഇവിടെ ഉള്ളത് കേട്ടോ. അവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ആ ഭാഗത്ത്. ഇവിടെ ഒരു പോണ്ട് കാണുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ കുറെ ആളുകൾ വിശ്രമിക്കുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഗേറ്റ്. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി 1931 നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധസ്മാരകം ഇതിനുള്ളിൽ സ്ഥാപിച്ചു. അമർ ജവാൻ ജ്യോതി എന്നാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത്. സംഗതി നിങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തും പിന്നെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ തന്നെ പോകുന്നുണ്ട്. പിന്നെ കുറെ ടൈം ഉണ്ടെങ്കിൽ ഈ പാർക്കിലൊക്കെ വിശ്രമിക്കാം. പിന്നെ ഇതിന്റെ പിറകിലൊരു സ്റ്റാച്ചു ഉണ്ട്. അത് അംബേദ്കറിന്റെ ആണ് തോന്നുന്നത്. ഇതിന്റെ അടുത്തേക്ക് പോയോ കേട്ടോടാ. അപ്പോ ഡൽഹിയിലുള്ള രണ്ടാമത്തെ വീഡിയോ ആട്ടാ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കിയാണ്. നമ്മള് ഡൽഹി ജുമാ മസ്ജിദ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. അത് മഹാത്മാഗാന്ധിന്റെ രാജ്ഘട്ട് അത് ഉൾപ്പെടുത്തി, അതേപോലെ ഈ ഇന്ത്യ ഗേറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കണം. അപ്പോ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോസ് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.